മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിലെ വിവരങ്ങൾ തന്നെയാണ് ഏവർക്കും അറിയേണ്ടതും. എന്താണ് ഏറ്റവും പുതിയ ലീഡ് നില? അർജുൻ, കണ്ണൂർ കോർപ്പറേഷനിൽ 12 ഇപ്പോൾ 12 UDF ഉണ്ട്. 12 UDF-ഉം 6 LDF-ഉം എന്നുള്ളതാണ് സ്ഥിതി. അതിലേറ്റവും എടുത്തു പറയേണ്ടത് 2 ഡിവിഷനുകളിൽ NDA വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോരാട്ടം നടക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് എന്ന അത്ഭുതകരമായ ഒരു മുന്നേറ്റം UDF ആദ്യ ഘട്ടങ്ങളിൽ നടത്തിയിരിക്കുന്നു. 12 ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നത്. 12 ഈ LDF, അതായത് തുല്യ നിലയിലേക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പോകുന്നു എന്നുള്ളത് വലിയ ചർച്ചയിലേക്ക് പോകുന്ന കാര്യം. അതായത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ഇതൊരു ട്രെൻഡായി തന്നെ നിലനിൽക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്കാണ് കണ്ണൂർ പഞ്ചായത്തിന്റെ വോട്ടിംഗ് നില പോകുന്നുള്ളത്. ബിനോയ് കുര്യൻ ഉൾപ്പെടെ പിന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് വലിയ രീതിയിൽ ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ഇത്തവണ നിലനിർത്തും എന്നുള്ള ഒരു അവകാശവാദമാണ് LDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ LDF-ന്റെ പല കോട്ടകളിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ UDF-ന് കഴിയുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ 13 UDF-ഉം 12 LDF-ഉം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ കണ്ണൂർ കോർപ്പറേഷൻ ഭരണം UDF ഏതാണ്ട് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. UDF-ന് ഒരു നേട്ടം, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു നേട്ടം ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ ട്രെൻഡ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഫലപ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കും. ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ചിത്രം വ്യക്തമാകും. എല്ലാ ഡിവിഷനുകളിലെയും ഫലം അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ.